സാറേ, നമുക്ക് ഇപ്പൊ തന്നെ കണിമംഗലത്തേക്ക് പോകാൻ പറ്റുമോ? ഓ, വരുണോടൊപ്പം കഴിയാൻ അത്രയ്ക്ക് തിടുക്കായോ? അതെ സാറേ. ഞാനേ സുകുമാരിയമ്മയോടല്ല ചോദിച്ചത്, പ്രിയങ്കയോടാ. എന്താ? എന്റെ പൊന്നു സാറേ, ബുദ്ധിയില്ലാത്ത അവളോട് ചോദിച്ചിട്ട് എന്തിനാ? ബുദ്ധിയുള്ള എന്നോട് ചോദിക്കേ. ഇന്നലെ രാത്രിയിൽ ചില സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായി. കണിമംഗലത്തെ മുത്തശ്ശി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. എന്താ സാർ അവളെ വിട്ടോ? സാറിന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു, വിടാതിരിക്കാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല. എന്തോന്ന് സാറേ, പ്രധാനമന്ത്രി വിളിച്ച പറഞ്ഞാൽ പോലും വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? വിളിച്ചത് എന്റെ മേലുദ്യോഗസ്ഥനും കളക്ടറും വകുപ്പ് മന്ത്രിയൊക്കെയാ. അവർക്ക് അതിനുള്ള പിടിപാടുണ്ട്. ആ, അതുപോലെ വേറൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. അതെന്താ? അന്ന് ആ നാടോടി പെൺകുട്ടി കൊല്ലപ്പെട്ടില്ലേ? അന്ന് നാടോടി പെൺകുട്ടിയുടെ സ്ഥാനത്ത് ആദ്യം പ്രിയങ്കയല്ലേ ഉണ്ടായിരുന്നത്? പ്രിയങ്ക അവിടെ നിന്ന് രക്ഷപ്പെടുകയും നാടോടി പെൺകുട്ടി തീയിൽ അകപ്പെടുകയും ചെയ്തത് പ്രിയങ്ക കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് കോടതി ഒരു നിരീക്ഷണം ഇറക്കിയിട്ടുണ്ട്. ആ, മിക്കവാറും പ്രിയങ്കയ്ക്ക് ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ടാവും. എന്തൊക്കെയാ മോനെ നീ പറയുന്നേ? ഇവള് ബുദ്ധിയില്ലാത്ത കൊച്ചല്ലേ? ആ, ബുദ്ധിയുണ്ടോ ഇല്ലയോന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നവർ തീരുമാനിക്കും. മിക്കവാറും ക്രൈംബ്രാഞ്ച് ആയിരിക്കും കൊണ്ടുപോകുന്നത്. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കണ്ട. സാറേ, എന്തു വന്നാലും ഞങ്ങളെ രക്ഷിച്ചോളാവുന്ന വാക്ക് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും കൂടല്ലേ? ഇപ്പൊ എന്താ ഈ കേക്കുന്നേ? വരുന്ന സാഹചര്യത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ആ കേസിൽ പ്രിയങ്ക അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അതോടെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. പിന്നെ വരുണിനെയും രാധികയും ഈ ജന്മത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ആ, ഇതൊക്കെ മറികടക്കാൻ ഒരു മാർഗമുണ്ട്. ഓ, അതെന്താണെന്നൊന്ന് പറ മോനെ. അതെന്തായാലും നമുക്ക് ചെയ്യാം. മാർഗം അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. അച്ഛൻ പുറത്തിറങ്ങിയ പ്രിയങ്കയുടെ പേരിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കേസ് അച്ഛൻ പിൻവലിക്കും. കണിമംഗലം പ്രിയങ്കയ്ക്ക് വേണ്ടി അച്ഛൻ പിടിച്ചെടുക്കും. എന്നാ പിന്നെ അതിന്റെ മാർഗം നോക്ക്. ചന്ദ്രശേഖരൻ പുറത്തിറങ്ങണമെങ്കിൽ കോടതിയിൽ പ്രിയങ്ക മൊഴി കൊടുക്കണം. ബുദ്ധിയില്ലാത്ത പ്രിയങ്ക അല്ല, ബുദ്ധിയുള്ള പ്രിയങ്ക. അതിനെ ഇവക്ക് ബുദ്ധി ഇല്ലല്ലോ സാറേ. ഗൗതം, ഇതെല്ലാം വെച്ച് മതിയാക്കുക. എനിക്കിനി ഒരു സസ്പെൻഷൻ കൂടി ശരിയാവില്ല. തനിക്കിനി ഇവരെ സഹായിക്കുകയോ മുന്നോട്ട് കൊണ്ടുപോയോ എന്ത് വേണോ ചെയ്യാം. ഈ ബുദ്ധിയില്ലാത്തവളെ എന്ത് പറഞ്ഞ് സഹായിക്കാനാണ് സർ? ക്രൈംബ്രാഞ്ചുകാർ കേസ് മുന്നോട്ട് കൊണ്ടുപോട്ടെ, പ്രിയങ്ക അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ. പ്രിയങ്കയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോ ജയിക്കേണ്ടതാ. അപ്പൊ സുകുമാരിയമ്മേ, നിങ്ങളായി നിങ്ങളുടെ പാടായി. നിങ്ങളെ കണിമംഗലത്തിൽ നിന്ന് ഇറക്കി വിട്ടാലും ആറ്റുവാശ്ശേരി ഇറക്കി വിട്ടാലും പരാതിയുമായി ഇനി എന്റെ മുമ്പിലേക്ക് വരണ്ട. അതല്ല, ചന്ദ്രശേഖരനെ രക്ഷിക്കാനുള്ള ബുദ്ധി നിങ്ങളുടെ കൊച്ചുമകൾക്കുണ്ടെങ്കിൽ ഞാനിത് പരിപൂർണമായിട്ടും പരിഹരിച്ചു തരാം. ആ